നമ്മളെ കയ്യിൽ ചക്കക്കുരുണ്ടേ കളയണ്ട കേട്ടോ. തേങ്ങയും അതുപോലെ തന്നെ ചക്കക്കൂര് മിക്സിൻ്റെ ജാറിലിട്ടടിച്ചിട്ട് നല്ല അടിപൊളി ഒരു പഴയ കാല റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകുന്നൊരു റെസിപ്പിയും കൂടിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ വീഡിയോ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചക്കക്കുരു ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതേപോലത്തെ ചട്ടിയാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതേപോലത്തെ ചട്ടി വെച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് ഇതൊന്ന് വറന്ന് കിട്ടും കേട്ടോ. കുറച്ച് നേരം തന്നെ ഇതേപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഒരു കറുത്ത കളറായിട്ട് വരണം കേട്ടോ. അധികം കറുപ്പ് കളർ വേണ്ട. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് കറുത്ത കളറിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പാകമാണ് കേട്ടോ. അത് വെന്ത് എന്നുള്ള ഇടയിലൊന്ന് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നോക്കിയാൽ മതിയാവും കേട്ടോ. അപ്പം വെന്തിക്കോ നോക്കിയാൽ മതി. അപ്പം ഇത് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ തോല് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കി കളയാം. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ഒരു ചുവന്ന കളറുള്ള തോലില്ലേ, അത് ഒഴിവാക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലതാണ് കേട്ടോ. അത് ഒരു ചുവന്ന കളറിലുള്ള ഒരു തോല് ഇതാ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും കേട്ടോ. നമ്മൾ ഇതേപോലെ ആക്കി കൊടുക്കുകയെന്ന് വെച്ചാൽ ചക്കക്കുരുവിൻ്റെ തൊലി ഇതിൻ്റെ തൊലിഭാഗം മുഴുവനായിട്ട് ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് അരി ഒന്ന് വറുത്തെടുക്കണം. ഇതിപ്പോൾ 1 ഗ്ലാസ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തത്. 1 ഗ്ലാസ് എന്ന് പറയുമ്പോൾ 1 കപ്പ് ഇല്ല കേട്ടോ. ഒരു കപ്പിൻ്റെ ഒരു മുക്കാൽ കപ്പ് അത്രേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത്രയും മതിയാവും കേട്ടോ. ഇത് റേഷൻ കടയിലെ അരിയാണ് കേട്ടോ. സാധാ നമ്മളെ പുഴുങ്ങൽ അരിയില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് നമ്മളിപ്പോൾ അരി ഉണ്ടൊക്കെ ആക്കിയല്ലേ, അതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതാ നല്ലോണം കഴുകിയതിന് ശേഷമാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അരി വറുക്കുന്നതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ അരി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒട്ടും കരിയാതെ തന്നെ നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ചൂട് തണിയാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കുക. ഇത് നല്ലോണം ചൂട് ആറാണ് കേട്ടോ. ജാറിലേക്ക് ഞാൻ ചക്കക്കുരു ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തണിഞ്ഞതിന് ശേഷം മാത്രമാണ് കേട്ടോ ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇനി ഇതേപോലെ ഒന്ന് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ പൊടിഞ്ഞാൽ മതിയാവേ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ പൊടിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരിയില്ലേ, അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കുക. അരി നല്ലോണം തണിഞ്ഞ് വന്നതിനെ തണിഞ്ഞതിന് ശേഷം മാത്രം ഇത് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അരി പൊടിച്ചിട്ട് നമ്മൾ ഈ ഒരു ചക്കക്കുരു പൊടിച്ചിട്ടില്ലേ, അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അച്ച് ശർക്കര ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് നല്ലോണം ഒന്ന് പൊടിച്ചതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്, ജാറിലേക്ക് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതേപോലെ ഇട്ട് കൊടുക്കുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പൂൾ ഇട്ട് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഇതേപോലെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഒന്ന് കറക്കിയെടുക്കുക. ആദ്യം ഒന്ന് കറക്കിയെടുത്തതിന് ശേഷം കൈ കൊണ്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലായി കിട്ടും കേട്ടോ നമുക്ക് ഈ ഒരു തേങ്ങയും ശർക്കരയും കൂടി. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഏലക്കയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കൻ്റെ ഒരു കുരുഭാഗമില്ലേ, അതാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നിങ്ങളെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഇത് മാത്രമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതൊന്നും കൂടി അടിച്ചെടുക്കുക. ഏലക്കയും അതുപോലെ തന്നെ നമ്മുടെ നല്ല ജീരകവും എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിലൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്.
ഇതാ കണ്ടില്ലേ, ഇതേപോലെ അടിച്ചെടുത്തതിന് ശേഷം നല്ല കുഴമ്പ് രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു പൊടിയില്ലേ, ആ പൊടിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ഇതേപോലെ കൈകൊണ്ട് തന്നെ ഇട്ടാൽ മതി. സ്പാച്ചിലൊന്നും വെച്ചിട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടില്ല കേട്ടോ. എന്നിട്ട് ഇത് ഇട്ടതിന് ശേഷം സൈഡിൽ നിന്ന് കുറച്ച് പൊടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വടിച്ചെടുത്താൽ മതി. അവിടെ മുഴുവനായിട്ടും കറക്റ്റായിട്ട് ഇങ്ങ് പോരും കേട്ടോ. ഒട്ടും തന്നെ അതിലേക്ക് നിൽക്കില്ല. മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ വെച്ചിട്ട് ഇതേപോലെ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ സ്പൂണ് വെച്ചിട്ട് മിക്സ് ആക്കരുത് കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ കുഴച്ചെടുക്കണം. നമ്മൾ പുട്ടുപൊടിയൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് എല്ലാ ഭാഗത്തും ആ ഒരു ഒരു മിക്സ് ഇല്ലേ, തേങ്ങൻ്റെ ആ ഒരു മിക്സ് എത്തും കേട്ടോ. എന്നാലാണ് നമുക്ക് അടിപൊളിയായിട്ട് ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിൽ കിട്ടും. അപ്പോൾ ഇതേപോലെ ഞാൻ നല്ലോണം പ്രസ് ചെയ്ത് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. കാരണം ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ കുഴക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉരുട്ടി നോക്കുന്ന സമയത്ത് നമുക്കിത് ഉരുട്ടിയെടുക്കാനുള്ള പാകത്ത് കിട്ടണം കേട്ടോ. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിൽ 4 അച്ച് ശർക്കരയാണ് അല്ല 2 അച്ച് ശർക്കരയാണ് എടുത്തത്, സോറി. പിന്നെ അതുപോലെ തന്നെ തേങ്ങ കൂടുതലായിട്ട് വേണമെങ്കിൽ തേങ്ങ എടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ഇപ്പം ചുക്കുപൊടിയും അതുപോലെ തന്നെ കുറച്ച് നല്ല നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇല്ലെങ്കിലും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് തേങ്ങയും അതുപോലെ തന്നെ ശർക്കരയൊക്കെ കൂട്ടി കൊടുക്കണമെങ്കിൽ ഇതിനേക്കാട്ടും കൂടുതലായിട്ട് എടുക്കുക. ഞാൻ ഇതിലേക്ക് 2 അച്ച് ശർക്കരയാണ് എടുത്തത്. ഇപ്പം ഞാൻ നല്ല നെയ്യും അതുപോലെ തന്നെ ചുക്കുപൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. എന്നിട്ട് ഇതുപോലെ തന്നെ കൈ കൊണ്ട് മിക്സാക്കി കൊടുക്കുക. ഇനി ഇതേപോലെ ഞാൻ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നല്ല ഷേപ്പ് തന്നെ നമുക്കിത് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലോ അത് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഉരുളകളാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും വൈകുന്നേരം സ്കൂൾ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളെ കയ്യിൽ ചക്കക്കുരു ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറും അരി വെച്ചിട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതേപോലെ തയ്യാറാക്കത്തോണ്ട് തയ്യാറാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.